ഒരു വീട് വെച്ചോ ഗവൺമെന്റ്. എന്നിട്ട് ഇവര് സ്ഥലം എടുക്കാൻ ഇവരെത്ര മാസം എടുത്തു? 1 കൊല്ലം എടുത്തു. കുഞ്ഞാലിക്കുട്ടി സാർ നല്ല ബുദ്ധിമാനായതുകൊണ്ട് ഇവരുടെ സ്ഥലം എടുക്കാൻ നോക്കിയിരുന്നില്ല, അദ്ദേഹം വേറെ സ്ഥലം എടുത്തു. ലീഗ്. ഞങ്ങൾ സത്യത്തിൽ ഒരു അബദ്ധം പറ്റി. ഇവര് വരുമ്പോ നമുക്ക് സ്ഥലം തരാമെന്നാണ് പറഞ്ഞിരുന്നത് വീട് വെക്കാൻ. അപ്പൊ നമ്മൾ വീട് വെച്ചാൽ മാത്രം മതിയല്ലോ. ഇവരവസാനം പറയാണ് നമുക്ക് പ്രത്യേക സ്ഥലമൊന്നും തരില്ല. അങ്ങനെയാണ് നമ്മൾ സ്ഥലം എടുക്കാൻ പോയത്. നമ്മൾ സ്ഥലം എടുക്കാൻ 4 മാസം പിടിച്ചുള്ളൂ, സർക്കാർ 1 കൊല്ലം പിടിച്ചു. നമ്മൾ 4 മാസം പിടിച്ചു. അതിനെന്താ ഇവർക്ക് എന്തിന്റെ കേടാകുമാർക്ക്? സർക്കാർ എന്തിനാ 1 കൊല്ലം പിടിച്ചത്? എന്നിട്ട് നമ്മൾ ഭൂമി എടുത്ത് അടുത്ത ആഴ്ച അടുത്ത രജിസ്ട്രേഷൻ കൊണ്ട് കഴിഞ്ഞാൽ അവിടെ ഇതാവും. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 1 കൊല്ലം മുമ്പ് പണി തുടങ്ങിയതാണല്ലോ, ഈ പരിപാടി തുടങ്ങിയതാണല്ലോ, 1.5 കൊല്ലമായല്ലോ. ഒരു വീട് വെച്ചോ ഗവൺമെന്റ്. ഒരു വീട് വെച്ചോ ഗവൺമെന്റ്. അപ്പൊ ഞങ്ങൾ ഇന്ന് തിരിച്ചു ചോദിച്ചാലോ, 1.5 കൊല്ലമായിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? സോഷ്യൽ മീഡിയയിൽ കുറെ വ്യാജന്മാരെ കൊണ്ട് പ്രചരണം നടത്തിയ ഞങ്ങളെന്താ ഓടിപ്പോകുന്നു വിചാരിച്ചു. ഞങ്ങളും പണിയും. നമ്മുടെ കർണാടക മുഖ്യമന്ത്രി കൊടുത്തില്ലേ 20 കോടി രൂപ വീട് വയ്ക്കാൻ? 100 വീടിന്റെ പണം. 100 വീട് മുസ്ലിം ലീഗ് വയ്ക്കും, ബാക്കി 100 വീട് കോൺഗ്രസും വയ്ക്കും. എന്താ സംശയം? നമ്മൾ തന്നെയാണ് 300 വീട്. അതിനിവര് പരിഹസിക്കുകയാണ്. സർക്കാർ 1.5 കൊല്ലം എടുത്ത് 3 വാർഡിലുള്ള ആകെ കുഴപ്പമുണ്ടായുള്ളൂ. ദിവസം അവിടെ സ്ഥലം MLA സന്ദർശിച്ചു നഗരത്തിൽ. വളരെ സന്തോഷം. അദ്ദേഹത്തിന്റെ A+ സർട്ടിഫിക്കറ്റും കേരളത്തിലെ ഗവൺമെന്റിന് കിട്ടി. അത്രയും സന്തോഷം. എന്നിട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞ കണക്ക് മാത്രം ആർക്കും പിടിയിട്ടില്ല. ആകെ പണിയാൻ പോകുന്ന വീട് 410. അത് കർണാടക ഗവൺമെന്റ് തന്നതായി അദ്ദേഹം പറഞ്ഞ കണക്ക് 100 വീട്. മുസ്ലിം ലീഗ് ഇവിടെയല്ല, മറ്റെവിടെയോ, കോൺഗ്രസ് അല്ല, മുസ്ലിം ലീഗ് മറ്റെവിടെയോ പണിതുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയ വീട് 100. പിന്നെ എപ്പോഴെങ്കിലും കോൺഗ്രസ് പണിതേക്കാം എന്ന് അദ്ദേഹം കരുതുന്ന വീട് 100. അങ്ങനെ 300 വീട്. 410 സർക്കാർ പണിതത് ഇനി 110 വീട് മാത്രം. എന്തൊരു കണക്ക്. കർണാടക ഗവൺമെന്റ് തന്ന പണം കേരളത്തിലെ ഗവൺമെന്റ് സന്തോഷത്തോടെ സ്വീകരിച്ചു. അവരുടെ പിന്തുണയ്ക്ക് നന്ദി രേഖപ്പെടുത്തി. ആ പണം പൂർണ്ണമായിട്ടും ഏതെങ്കിലും ഒരു പാർട്ടി തന്ന പണമാണ് എന്ന് കരുതാൻ പറ്റുമോ? ഈ ദുരന്തത്തിൽ, വയനാട് ദുരന്തത്തിൽ തമിഴ്നാട് സർക്കാർ കേരളത്തിന് 5 കോടി രൂപ നൽകിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് സർക്കാർ 10 കോടി രൂപ നൽകിയിട്ടുണ്ട്. രാജസ്ഥാൻ സർക്കാർ 5 കോടി രൂപ നൽകിയിട്ടുണ്ട്. കർണാടക സർക്കാർ 100 വീടിന്റെ പണം തരാം എന്ന് പറഞ്ഞിരുന്നു. 50 വീടിന്റെ പണമായിട്ടുള്ള 10 കോടി രൂപ മാത്രം തന്നു. അതിന് സന്തോഷം. അത്രയേ പണമുള്ളുവെങ്കിൽ അതും ഞങ്ങൾ സ്വീകരിച്ചു. ഇതേതെങ്കിലും പാർട്ടി നൽകുന്ന പണമാണ്. ഞങ്ങൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങോട്ടങ്ങ് പറയിപ്പിക്കുകയാണ്. ഇവിടെ പ്രളയം ഉണ്ടായി. ആന്ധ്ര സർക്കാർ 30 കോടി രൂപയാണ് കേരളത്തിൽ നൽകിയത് 2018 പ്രളയത്തിൽ. ആസാം സർക്കാർ 3 കോടി രൂപയാണ് നൽകിയത്. മണിപ്പൂർ സർക്കാർ 2 കോടി രൂപയാണ് നൽകിയത്. ഇത് ഗവൺമെന്റുകൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയല്ലേ? കേരളം ഇങ്ങനെ കൊടുത്തിട്ടില്ലേ? കേരളം ഇപ്പോ 2019-20 ഒഡീഷയിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ 10 കോടി രൂപ നൽകി. ആസാമിൽ 2020-21 ദുരന്തം ഉണ്ടായപ്പോൾ 2 കോടി നൽകി. ഇപ്പൊ 2023-24 ഹിമാചൽ പ്രദേശിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ 7 കോടി നൽകി. തമിഴ്നാട്ടിൽ 2019 ഗജ ചുഴലിക്കാറ്റുണ്ടായപ്പോ അതിന്റെ റിലീഫ് മെറ്റീരിയൽസിന് വേണ്ടി 18,86,616 രൂപ നൽകി. ഇതൊക്കെ സർക്കാരുകൾ ഒരു ദുരന്തം ഉണ്ടായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്ന കാശാണ്. അരിയത്തായെന്ന ചോദ്യത്തിന് പയറ അങ്ങാടി എന്നാണ് മറുപടി. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്ക് എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ നെഞ്ചത്തിലാ കയറുന്നത്. നിങ്ങൾ പണം പിരിച്ചതിന്റെ കണക്കില്ലെങ്കിൽ, നിങ്ങൾ പണം പിരിച്ചതിന്റെ കണക്ക് മുഖ്യ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുവരെ സ്ഥലം മേടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ഗവൺമെന്റിന് നേരെ കയറുന്നതിന്റെ പ്രശ്നം എന്താ? ഞങ്ങളാരും പരിശോധിക്കാൻ വരുന്നില്ല. നിങ്ങൾ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ച പണത്തിന് നിങ്ങൾ അവരോട് സമാധാനം പറയാനല്ലാതെ ഞങ്ങൾക്ക് അതിൽ എന്ത് കാര്യം? പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഞാൻ വെല്ലുവിളിച്ച് തന്നെ സൂചിപ്പിക്കട്ടെ. കേരളത്തിലെ ഗവൺമെന്റിനോട് ഗവൺമെന്റ് ഭൂമി നൽകാത്തതിന്റെ പേരിലാണ് നിർമ്മാണ പ്രവർത്തനം നടത്താത്തത് എന്ന് പറഞ്ഞാൽ അത് ശുദ്ധമായ കളവാണ്. കേരളത്തിലെ ഗവൺമെന്റിനോട് ഭൂമി ഞങ്ങൾക്ക് വീട് പണിയാൻ തരണം എന്ന് ഒരാളും ആവശ്യപ്പെട്ടിട്ടില്ല, രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടില്ല. എവിടെയെങ്കിലും പൊതുസമ്മേളനം നടത്തി പ്രസംഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ ഗവൺമെന്റിനോട് ഭൂമി ഞങ്ങൾക്ക് തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരാളും രേഖാമൂലം അങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ല. 100-ൽ കൂടുതൽ ആളുകൾക്ക് പണിയുന്ന വീടുകളുടെ സ്പോൺസർമാരുമായി ബന്ധപ്പെട്ട യോഗത്തിൽ കേരളത്തിലെ ബഹുമാനായ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും സ്ഥലം MLAയും എല്ലാം പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ 2 ആണ്. അന്ന് 25 ലക്ഷം രൂപ എന്ന് പറഞ്ഞിരുന്നത് കുറയ്ക്കാമോ, 5 സെന്റ് എന്ന് പറഞ്ഞത് കൂട്ടാമോ, 2നും സർക്കാർ തീരുമാനമെടുത്തു. അവിടെ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ 25 ലക്ഷം രൂപ വരെ ചെലവ് വരുമെങ്കിലും 20 ലക്ഷം രൂപ സ്പോൺസർമാർ അടച്ചാൽ മതി, ബാക്കി പണം സർക്കാർ എടുക്കാം എന്ന് സർക്കാർ തീരുമാനിച്ചു. 5 സെന്റ് ഭൂമി വെച്ചാണ് കൊടുക്കുന്നത്, അത് വർദ്ധിപ്പിക്കാമോ എന്ന പ്രശ്നം വന്നപ്പോ 7 സെന്റ് ഭൂമിയായി അത് വർദ്ധിപ്പിക്കാം എന്ന് സർക്കാർ ഉറപ്പ് നൽകി. ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന ഉറപ്പാണ്. ആ ഉറപ്പല്ലാതെ സർക്കാരിനോട് ഭൂമി ആവശ്യപ്പെട്ടത് കൊണ്ടാണ് വീട് പണിയാത്തത് എന്ന് പറഞ്ഞാൽ അത് ശുദ്ധമായിട്ടുള്ള കളവാണ്. കേരളത്തിലെ ഗവൺമെന്റ് തന്നെ ഭൂമി പണം കോടതിയിൽ കെട്ടിവെച്ച് കേസ് പറഞ്ഞു മേടിച്ചതാണ്. പണം കോടതിയിൽ കെട്ടിവെച്ച് കേസ് പറഞ്ഞ് ഭൂമി മേടിച്ച സർക്കാരിനോട് പിന്നെ ഞങ്ങൾ ഭൂമി ആവശ്യപ്പെട്ടിട്ട് തന്നില്ല എന്നൊക്കെ പറയുന്നത് ഉത്തരം മുട്ടുമ്പോഴുള്ള ചില നടപടിക്രമങ്ങൾ മാത്രമാണ്. ഞങ്ങൾ ഇത്തരം അപവാദ പ്രചരണങ്ങളെയോ ഇത്തരം ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റിദ്ധാരണകളെയോ ഒരു കാരണവശാലും ഭയക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ,
ഏതെങ്കിലും തരത്തിലുള്ള കേവല താല്പര്യങ്ങൾക്ക് വേണ്ടി വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൽ ആശങ്ക പടർത്താവുന്ന ഒരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല എന്ന് എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ജനുവരി ഡിസംബർ അവസാനം വരെ ജീവനോപാധി കൊടുത്ത സംഖ്യ പുതിയ വീട് നിർമ്മിച്ച് കയറി പോകും വരെ, ജീവനോപാധിയാണ് അതിന്റെ വിഷയം, ജോലി കിട്ടും വരെയാണ് അതിന്റെ സഹായം എന്നൊക്കെയാണ് യാഥാർത്ഥ്യമെങ്കിലും 9,000 രൂപ എന്നുള്ളത് അവിടെയുള്ള ജനങ്ങൾക്ക് ഒരു ആശ്വാസമാണ് എന്നുള്ളത് കൊണ്ട് ജനുവരി മാസത്തിൽ കൊടുക്കേണ്ട സംഖ്യ ജനുവരി മാസത്തിൽ തന്നെ കേരളത്തിലെ ഗവൺമെന്റ് കൊടുത്തു തുടങ്ങും. അതിലൊരു ആശങ്കയും വേണ്ട. കേരളത്തിലെ ഈ ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് അവരവരുടെ വീടുകളിലേക്ക് പോകും വരെ വാടകയിൽ ഒരു കുറവും വരില്ല. കച്ചവടക്കാർക്കുള്ള നഷ്ടപരിഹാരം കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഗവൺമെന്റ് കൊടുക്കും. ഇതാണ് വസ്തുത എന്നിരിക്കെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാധ്യമ സുഹൃത്തുക്കൾക്കുണ്ടെങ്കിൽ അത് തിരുത്താൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നിങ്ങളോട് സമ്മതിക്കാൻ വേണ്ടി നടത്താം എന്ന് നിശ്ചയിച്ചത്. നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. ഇത്തരം വാർത്തകൾ പല ഘട്ടങ്ങളിൽ ബോധപൂർവം പുറത്തു വരുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആളുകൾക്ക് അനാവശ്യമായ ആശങ്കയുണ്ടാക്കാവുന്ന ഒരു നടപടിയും നടത്തരുത്. നമ്മളെല്ലാവരും കൂടിയാണ് ആ പുനരധിവാസം. അത് ലോകത്തിന് മാതൃകയായി കേരളം നടത്തുന്ന അസാമാന്യമായ ഒരു അനുഭവ പ്രകടനമാണ്. അതിനെ ഏതെങ്കിലും വിധത്തിൽ തളർത്താനുള്ള ഒരു ശ്രമവും നടത്തരുത്.